ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മൈസൂർ പഴം ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിടിലൻ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല പഴുത്ത മൈസൂർ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഒരു 3 മൈസൂർ പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അരക്കപ്പ് അളവിൽ ശർക്കരപ്പാനി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ഏലക്ക കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കപ്പൊടിയാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടിയും ഉപയോഗിക്കുക. അപ്പോൾ അരക്കപ്പിന് 2 കപ്പ് എടുത്തിട്ടുണ്ട്. ടോട്ടൽ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ശർക്കരപ്പാനിയിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസായി പോകരുത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് സോഡാപ്പൊടിയും ഉപ്പും ഈ എള്ളൊക്കെ നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ കുറച്ച് സമയം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സ്പൂൺ വെച്ചിട്ട് അടിച്ചൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒരേ സ്ഥലത്തേക്ക് നന്നായിട്ട് കുറച്ച് സമയം മിക്സ് ചെയ്യുക. 1 മിനിറ്റോളം മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാട്ടോ നല്ല ഒരു ടേസ്റ്റൊക്കെ കിട്ടുക. നല്ല നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ട് കുറച്ച് എടുത്തിട്ട് ഒരു ബോൾ ഷേപ്പിലാക്കിയിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വശം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന ശേഷം മാത്രം തിരിച്ചിടുക. അതല്ലെങ്കിൽ തമ്മിലെല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും. നന്നായിട്ട് മുരിഞ്ഞ ശേഷം ഇതുപോലെ ഒന്ന് 2 സൈഡും ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കുക. അപ്പോൾ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കരുത്, അപ്പോൾ ഉൾഭാഗമൊന്നും വെന്ത് കിട്ടൂല. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം എടുത്ത് വേവിച്ചെടുക്കുക. മുഴുവനായിട്ടും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കണേ. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്